എന്ത് തിരിച്ചടിച്ചല്ലേ? ഹൈ, നാരായണ മാഷ് വന്നല്ലോടാ. എന്ത് ചെയ്യാണ് ഇങ്ങനെ വരണേ? ഹൈ, എവിടേക്കാണ്ട് ആൾ ഇങ്ങനെ പോണേ? മാഷേ, അവിടെ നിൽക്ക് മാഷേ, അവിടെ നിൽക്ക് മാഷേ, 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 മാഷേ. അയ്യോ, മാഷേ. ആ മഹേശ്വരനാ, വാ വാ, ഇരിക്കടാ. ഇദ്ദേഹത്തെ മനസ്സിലായില്ലല്ലോ. കൂട്ടുകാരനാ. എന്താ മാഷേ, എന്താ പ്രശ്നം? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എന്താ? ഇന്നാണ് 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുന്ന ദിവസം. അതിനെന്തിനാ പേടിക്കണം മാഷേ? മോള് മിടുക്കി കുട്ടിയല്ലേ, നല്ല മാർക്കോട് കൂടി പാസ്സാവില്ലേ? അവളും മിടുക്കി തന്നെയാ. പഠിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും മിടുക്കിയ. തിരിച്ചറിയാത്തത് നമ്മൾ മാതാപിതാക്കന്മാരല്ലേ. എനിക്ക് അതിലല്ല കാര്യം. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം ദൈവത്തിന് പോലും ചിന്തിക്കാൻ കഴിയില്ല. മഹേശ്വരനറിയോ, കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞ് വീട്ടിലെത്തിയ കൊച്ച്, പാവം പെൺകൊച്ച്. ജോലിയെല്ലാം കഴിഞ്ഞ് മാതാപിതാക്കള് വീട്ടിൽ വരുമ്പോൾ കാണണ കാഴ്ച എന്താ? വീടിന്റെ മുമ്പിലെ മാവിന്റെ കൊമ്പില് ഇങ്ങനെ. ഓ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ. എന്നാ ഞാൻ പോട്ടെ മഹേശ്വര. വീട്ടില് മോള് തനിച്ച. ഈ സമയത്ത് ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാകണം. ഞാനല്ലാതെ വേറെ ആരാ അവൾക്ക് കൂട്ടിനുള്ളത്? എന്ത് സംഭവം? മാഷ് പറഞ്ഞ ആ കഥയിലെ കഥാപാത്രല്ലേ, അത് മാഷുടെ മോളാ. 4 കൊല്ലം മുമ്പ് 10ാം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസം മാഷുടെ മോള് പോയി. അത് കഴിഞ്ഞ പിന്നെ മാഷ് ഇങ്ങനെയാ. ഓരോ വർഷത്തെ റിസൾട്ട് വരുമ്പോഴും